ഹലോ ഹായ് വെൽക്കം ടു മീറ്റൂസ് കിച്ചൺ. ദിസ് ഇസ് മീറ്റു ഹിയർ. ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പറ്റിക്കൽ ചിക്കൻ ബിരിയാണിയാണ്. എൻ്റെ മക്കൾ 3 നേരവും ബിരിയാണി കൊടുത്താലും അവർ കഴിക്കും. എപ്പോഴും ബിരിയാണി ഉണ്ടാക്കുന്നത് ഹെൽത്തി അല്ലാത്തതുകൊണ്ടും അതിലുപരി മെനക്കെട്ട പരിപാടി ആയതുകൊണ്ടും ഞാൻ അവരെ പറ്റിക്കാൻ ഉണ്ടാക്കുന്ന ബിരിയാണിയാണ് പറ്റിക്കൽ ചിക്കൻ ബിരിയാണി. ഈ വീഡിയോ മൊബൈലിൽ എടുക്കുന്നതുകൊണ്ട് തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കണം. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ പെരുജീരകപ്പൊടി, 1 ടീസ്പൂൺ ബിരിയാണി മസാല. ഞാനിവിടെ 5 തക്കാളിയും 5 ഉള്ളിയാണ് എടുക്കുന്നത്. ഇച്ചിരി ഏറെ ക്വാണ്ടിറ്റി എടുക്കുന്നുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ് എന്നിവ ഇടുക. അത് കുറച്ച് മൂത്തതിന് ശേഷം നമുക്ക് ഉള്ളിയും ചേർക്കുക. എന്നിട്ട് ഉപ്പും കൂടെ ചേർത്ത് ഇളക്കുക. ആ സമയം തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ചേർത്ത് വെച്ച ചിക്കൻ സെപ്പറേറ്റായി വേവിക്കാൻ വെക്കാം. അപ്പുറത്ത് ചിക്കൻ ഇളക്കുന്ന കൈകൾ എൻ്റെ അമ്മയുടെയാണ് കേട്ടോ. ഉള്ളി വഴണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് തക്കാളിയും കൂടെ ആഡ് ചെയ്ത് അത് വഴളുന്ന വരെ വെയിറ്റ് ചെയ്യാം. നന്നായി വഴലിന് ശേഷം നമുക്ക് എല്ലാം എടുത്തു വെച്ച മസാലപ്പൊടികളും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് തൈരും കൂടെ ആഡ് ചെയ്ത് അതും നന്നായി യോജിപ്പിക്കുന്നവരെ ഇളക്കി കൊടുത്ത് മല്ലിയില മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ വേവിച്ച് വെച്ച് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുക. അത് നന്നായി നമ്മൾ മിക്സ് ചെയ്യണം. ഞാൻ നേരത്തെ വേവിച്ച് വെച്ച ബസ്മതി റൈസാണിത്. അതും ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കുക. ലെയർ ചെയ്ത് കൊടുത്തതിന് ശേഷം മല്ലിയിലിട്ട് 20 മിനിറ്റ്സ് ദം ചെയ്ത് വെക്കണം. തുറക്കുമ്പോൾ നല്ല ആവി വരണം. എന്നിട്ട് നമുക്ക് റൈസും ചിക്കനും കൂടെ മസാലയും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.